തിരുവെഴുത്തുകളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമാണ് പ്രവാചകനായ യോന. ദൈവനിർദ്ദേശം ലഭിച്ചിട്ടും മറ്റൊരു ദിശയിലേക്ക് യാത്ര ചെയ്യുന്ന യോന നമ്മളിൽ ബഹുഭൂരിപക്ഷം പേരാണ്. യാത്ര എന്തിനു വേണ്ടിയെന്നോ ഏത് ലക്ഷ്യത്തിനു വേണ്ടിയെന്നോ ബോധ്യമില്ലാത്ത ഒരവസ്ഥ. വീണ്ടും യോനായുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ച് ആ കരുണ ലഭിക്കുമ്പോൾ മറ്റുള്ളവർ തനിക്കെതിരാണ് എന്നുള്ള ചിന്ത നിമിത്തം അവർക്ക് കരുണ ലഭിക്കരുതെന്ന് നിർബന്ധ ബുദ്ധി പിടിക്കുന്ന ഒരനുഭവം. അഗ്നി ഇറക്കി അവരെ ശിക്ഷിക്കാൻ പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞ ശിഷ്യന്മാരെ യേശു ശാസിച്ചപ്പോൾ യോനായുടെ മറ്റൊരു രൂപം നമുക്കവിടെ കാണാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളെ എപ്രകാരമാണ് നാം നിശ്ചയിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു കഥാപാത്രം. നൊയമ്പുകാലം നമ്മെ സംബന്ധിച്ച് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ തിന്മകളെയും തെറ്റായ മനോഭാവങ്ങളെയും തിരുത്താനുള്ള വഴികളാണ് നിർദ്ദേശിക്കുക. യോനായുടെ ജീവിതം നമ്മുടെ മുമ്പിൽ ഒരു വലിയ ഉൾക്കാഴ്ച നമുക്ക് തരുന്നുണ്ട്. യോനായുടെ അനുഭവത്തിലെ മത്സ്യം ഒരു ശിക്ഷയല്ല. മത്സ്യത്തിൻ്റെ ഉദരത്തിൽ വെച്ച് യോനായുടെ ജീവിതം അവസാനിക്കുന്നില്ല. സ്വയം വിലയിരുത്തുവാനും തെറ്റുകളെ പ്രത്യേകമായി ഓർക്കാനും മുന്നോട്ടുള്ള പാതയിൽ തീരുമാനങ്ങൾ എടുക്കുവാനും ആ 3 ദിനങ്ങൾ അവന് സാധിച്ചു എന്നുള്ളതാണ്. ഒന്ന് ശാന്തമായിരുന്ന് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനും നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് ധ്യാനിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്രകാരം വായിച്ചിട്ടുണ്ട്: നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും മൂലകാരണം ശാന്തമായിരിക്കുവാനും ശാന്തമായി ചിന്തിക്കാനും ശാന്തമായി തീരുമാനമെടുക്കാനും സാധിക്കാത്തതാണ് എന്നുള്ളതാണ്. കൂടുതൽ സമയം പ്രാർത്ഥിക്കാനും കൂടുതൽ സമയം ദൈവസന്നിധിയിലായിരിക്കാനും നമുക്ക് സാധിക്കുന്നെങ്കിൽ അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും ധന്യമായ അനുഭവം എന്ന് തിരിച്ചറിയുക. തൻ്റെ പ്രിയപ്പെട്ടവരെ തിരഞ്ഞെടുക്കുമ്പോൾ യേശു പറഞ്ഞൊരു കാര്യം ഇതാണ്: തന്നോടുകൂടെ ആയിരിക്കുവാൻ. അതാണ് അവരുടെ പ്രഥമ കടമ. ഈ തപസ് കാലത്തിൽ ഓരോ ദിനങ്ങളും നമുക്ക് ഉൾക്കാഴ്ച നൽകുന്നു. പ്രത്യേകമായി പ്രവാചകനായ യോനായുടെ അനുഭവം. കൃത്യമായ ദിശയിലേക്കാണോ നമ്മൾ യാത്ര ചെയ്യുന്നത്? നമ്മുടെ ലക്ഷ്യം യഥാർത്ഥത്തിൽ ദൈവം നിശ്ചയിക്കുന്ന ലക്ഷ്യം തന്നെയാണോ? യോനായെ പോലെ നമ്മുടെ ജീവിതത്തിൽ നാം ഒഴിവാക്കുന്ന ഇടങ്ങളും ഒഴിവാക്കുന്ന വ്യക്തികളും ക്ഷമിക്കാതെ മാറ്റി നിർത്തുന്ന അനുഭവങ്ങളും മാർജിനിട്ട് വിധിപ്രസ്താവന നടത്തി നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാം തള്ളിമാറ്റുന്ന വ്യക്തികളും ഒക്കെ ഉണ്ടോ? എല്ലാവരെയും സ്വീകരിക്കാൻ സാധിക്കുന്ന അനുഭവത്തിലാണ് ദൈവത്തിൻ്റെ കൃപയുണ്ടാകുക. എല്ലാവരും രക്ഷപ്പെടണമെന്നും സത്യത്തിൻ്റെ മാർഗം സ്വീകരിക്കണമെന്നുള്ളതല്ലേ അവിടുത്തെ ആഗ്രഹം. നമ്മുടെ ജീവിതത്തിൽ ഉൾക്കാഴ്ചകൾ ഉണ്ടാകട്ടെ. ഒന്നും ഒന്നിൻ്റെയും അവസാനമല്ല, പുതിയൊരു തുടക്കത്തിന് വേണ്ടി ദൈവം ഒരുക്കുന്ന വഴികളാണ് എന്ന് തിരിച്ചറിയുക. എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന ദൈവത്തിൻ്റെ അനുഭവം അതെന്നും എപ്പോഴും നമ്മളോടൊത്തുണ്ട്.